കർഷകരുടെ വായ്പകളിൽ മേൽ മൊറട്ടോറിയം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ. ഉത്തരവിറക്കാൻ വൈകിയത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച പരിശോധിക്കുമെന്നും മന്ത്രി. കടവല്ലൂർ നായാടി കോളനിയിൽ അനധികൃത മണ്ണെടുപ്പ് തുടരുന്നു. ഹൈക്കോടതി വിധിയെ വെല്ലുവിളിച്ച് മണ്ണ് മാഫിയ. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി കൂറ്റനാട് തെക്കേ വാവന്നൂർ പൊട്ടക്കുഴി മനയിൽ കൃഷ്ണ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 6 മാസത്തേക്കാണ് കാലാവധി. കുറുമാലിപ്പുഴയിലെ ആദ്യത്തെ ചെക്ക് ഡാം ചെങ്ങാലൂർ കണക്കൻ കടവിൽ യാഥാർത്ഥ്യമാകുന്നു. 1.5 കോടി വകയിരുത്തിയ പദ്ധതി കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവാകുമെന്ന് പ്രതീക്ഷ. വെങ്കിടങ്ങ് തൊയക്കാവ് തന്നളം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തെ ചൊല്ലി തർക്കം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. അന്നക്കര കോക്കൂർ മേഖലയിൽ വീണ്ടും കളിമൺ ഖനനം നടത്തുന്നതായി പരാതി. സമയക്രമത്തെ ചൊല്ലി നിരത്തിൽ ബസ്സുകളുടെ കൊലവിളി തുടരുന്നു. ഇരിങ്ങാലക്കുട കാട്ടൂർ റോഡിൽ യാത്രക്കാരുമായി പോരുന്ന ബസ്സിൽ മറ്റൊരു ബസ് ഇടിപ്പിച്ചു. ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കർഷകരുടെ വായ്പകളിൽ മേൽ മൊറട്ടോറിയം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന യാതൊരു നടപടിയും ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഇത് എന്തോ തകരാറുണ്ട് എന്ന് ആരും അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. മൊറട്ടോറിയം പ്രഖ്യാപിച്ചനുസരിച്ച് കർഷകരുടെ കാർഷികേതര ലോണുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് മൊറട്ടോറിയം ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. ഡിസംബർ 31 വരെ എല്ലാ കാർഷിക വായ്പകളിന്മേലും മൊറട്ടോറിയം ഏർപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. എന്നാൽ ഉത്തരവിറക്കാൻ വൈകിയത് മൂലം തീരുമാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ കുരുങ്ങുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടോ ഇറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ പ്രസക്തിയില്ല. കൃഷി ഡിപ്പാർട്ട്മെന്റ് ഉത്തരവ് 7-ാം തീയതി ഇറങ്ങിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായതുകൊണ്ട് ഈ മൊറട്ടോറിയത്തിന്റെ കാര്യത്തിൽ കൃഷിക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. TCV ഇരിങ്ങാലക്കുട. മൊറട്ടോറിയം നിലനിൽക്കുമെന്ന് ചീഫ് സെക്രട്ടറി. കർഷകരുടെ വായ്പകൾക്കുള്ള മൊറട്ടോറിയം ഒക്ടോബർ 11 വരെ നിലനിൽക്കുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. കർഷകർക്ക് ആശങ്ക വേണ്ടെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. കടവല്ലൂർ വടക്കേ കോട്ടോൽ നായാടി കോളനിയിൽ അനധികൃത മണ്ണെടുപ്പ് വീണ്ടും. ഹൈക്കോടതി വിധിയും പരാതികളും കാറ്റിൽ പറത്തി കോളനി നിവാസികളുടെയും ജനങ്ങളുടെയും ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ മണ്ണ് മാഫിയ. കടവല്ലൂർ വടക്കേ കോട്ടോൽ നായാടി കോളനിയിൽ അനധികൃത മണ്ണെടുപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഒരു JCBയും 3 ടിപ്പറുകളിലുമായാണ് കോളനിയോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിന് മുൻപ് നടന്നിരുന്ന മണ്ണെടുപ്പ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വില്ലേജ് അധികൃതരും പോലീസും ചേർന്ന് തടയുകയും ഒരു JCBയും ടിപ്പറും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള നാളുകളിലെ കനത്ത മഴയിൽ മണ്ണെടുത്ത സ്ഥലങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നിലം പതിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോളനിക്ക് സമീപത്ത് വ്യാപകമായി മണ്ണെടുപ്പ് തുടരുകയാണ്. കോളനിയോട് ചേർന്ന 200 മീറ്റർ പ്രദേശത്ത് മണ്ണെടുപ്പ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി വിധി നിലനിൽക്കുമ്പോഴാണ് വ്യാപകമായി വീണ്ടും മണ്ണെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. വീട് വയ്ക്കാനും വഴിക്കുമെന്ന വ്യാജേനയാണ് ഇവിടെ മണ്ണെടുക്കുന്നത്. മണ്ണെടുത്ത സ്ഥലങ്ങളിൽ യാതൊരു സുരക്ഷയും കൂടാതെയാണ് വീട് പണിയുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീടിനോട് ചേർന്നും മണ്ണെടുപ്പ് നടന്നിരുന്നു. ഇപ്പോൾ നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ CPM പ്രവർത്തകരും നാട്ടുകാരും വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അധികൃതർ സ്ഥലം പരിശോധനയ്ക്കെത്തിയപ്പോൾ മണ്ണെടുപ്പ് നിർത്തിവെച്ച് വാഹനങ്ങൾ മാറ്റുകയും അധികൃതർ പോയതിനു ശേഷം മണ്ണെടുപ്പ് തുടരുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ജില്ലാ കളക്ടർക്ക് CPM പ്രവർത്തകർ നൽകിയ പരാതിയിൽ ഡെപ്യൂട്ടി കളക്ടറും തഹസിൽദാറും സ്ഥലം പരിശോധന നടത്തിയിരുന്നു. എന്നാൽ വീണ്ടും സ്ഥലം കൈക്കലാക്കിയിരിക്കുകയാണ് മണ്ണ് മാഫിയ. TCV കുന്നംകുളം. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി കൂറ്റനാട് തെക്കേ വാവന്നൂർ പൊട്ടക്കുഴി മനയിൽ കൃഷ്ണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 43-കാരനായ ഇദ്ദേഹം 2ാം തവണയാണ് മേൽശാന്തിയാകുന്നത്. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷം നമസ്കാര മണ്ഡപത്തിലായിരുന്നു നറുക്കെടുപ്പ്. രാവിലെ ദേവസ്വം ഓഫീസിൽ തന്ത്രി ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാടുമായി നടന്ന കൂടിക്കാഴ്ചയിൽ 53 പേർ പങ്കെടുത്തു. ഇതിൽ യോഗ്യത നേടിയ 50 പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുമ്പത്തിലിട്ട് നിലവിലെ മേൽശാന്തി കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി നറുക്കെടുത്തു. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനയിരിക്കും. ഈ മാസം 31-ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. കൂറ്റനാട് സ്വദേശിയാണെങ്കിലും ഗുരുവായൂരിലാണ് നിയുക്ത മേൽശാന്തി പൊട്ടക്കുടി കൃഷ്ണൻ നമ്പൂതിരിയുടെ താമസം. ഓദിക്കനായ കൃഷ്ണൻ നമ്പൂതിരി പൂജകൾക്ക് തടസ്സമാകാതിരിക്കാൻ വർഷങ്ങളായി പടിഞ്ഞാറേ നടയിലാണ് താമസം. മേൽശാന്തി കൂടിക്കാഴ്ച കഴിഞ്ഞ് നറുക്കെടുപ്പിന് കാത്തു നിൽക്കാതെ ഇല്ലത്ത് വിശ്രമിക്കുന്നതിനിടയിലാണ് മേൽശാന്തി നിയോഗം ലഭിച്ചതായി അറിയുന്നത്. 6 മാസക്കാലം
പുറപ്പെടാശാന്തിയായി ഭഗവാനെ സേവിക്കാനുള്ള അവസരം വലിയ സൗഭാഗ്യമായി കരുതുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. നിയുക്ത മേൽശാന്തി പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിക്ക് ഭക്തസംഘടനകൾ സ്വീകരണം നൽകി. KT ശിവരാമൻ നായർ, P ശ്രീകുമാരൻ നായർ, സജീവൻ നമ്പിയത്ത് എന്നിവർ പൊന്നാടയും ഉപഹാരവും സമ്മാനിച്ചു. കുറുമാലിപ്പുഴയിലെ ആദ്യത്തെ ചെക്ക് ഡാം ചെങ്ങാലൂർ കണക്കൻ കടവിൽ യാഥാർത്ഥ്യമാകുന്നു. 1.5 കോടി വകയിരുത്തിയ പദ്ധതിയുടെ സാധ്യതാ പഠനം ആരംഭിച്ചു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമെന്ന് പ്രതീക്ഷ. നാട്ടുകാരുടെ 1.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് ചെങ്ങാലൂർ കണക്കൻ കടവിൽ ചെക്ക് ഡാം യാഥാർത്ഥ്യമാകുന്നത്. ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രാഥമിക പഠനത്തിന് സർക്കാർ 4 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് എഞ്ചിനീയർ വനജ സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ച കണക്കൻ കടവിലെത്തി പരിശോധന നടത്തി. നാട്ടുകാരും പൊതുപ്രവർത്തകരും തടയണയ്ക്കായി നിരന്തരം ആവശ്യമുയർത്തിയിരുന്നു. പുതുക്കാട് പഞ്ചായത്തും പറപ്പൂക്കര പഞ്ചായത്തും ഇതിനായി ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയതാണ് സാധ്യതാ പഠനം വേഗത്തിലാക്കിയത്. പുതുക്കാട് പഞ്ചായത്ത് അംഗം ബേബി കിടായിൽ, പറപ്പൂക്കര പഞ്ചായത്ത് അംഗം പ്രശാന്ത്, പുതുക്കാട് വികസന സമിതി പ്രവർത്തകർ എന്നിവരുടെ ഇടപെടലും പദ്ധതിക്ക് വേഗം കൂട്ടി. നിർദ്ദിഷ്ട ഡാം യാഥാർത്ഥ്യമാകുന്നതോടെ പുഴയിൽ 3 കിലോമീറ്ററോളം വരുന്ന ഭാഗത്ത് വെള്ളം സംഭരിച്ചു നിർത്താൻ കഴിയും. ഇതോടെ മേഖലയിലെ കാർഷിക ജലസേചന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കുറുമാലിപ്പുഴയിൽ സ്നേഹപുരം നന്ദിക്കര കടവുകളെ ബന്ധിപ്പിച്ചാണ് കണക്കൻ കടവിൽ ചെക്ക് ഡാം പണിയുന്നത്. ചെക്ക് ഡാം യാഥാർത്ഥ്യമാകുന്നതോടെ പറപ്പൂക്കര, പുതുക്കാട് പഞ്ചായത്തുകളിൽ ജലസേചനവും കുടിവെള്ളവും സുലഭമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. അഡീഷണൽ ഇറിഗേഷൻ വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. ഡാം പണിയുന്നതിനുള്ള മണ്ണ് പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ഡാമിന്റെ മാതൃക തയ്യാറാക്കും. പുഴയുടെ അടിത്തട്ടിൽ നിന്ന് 3 മീറ്റർ ഉയരത്തിലായിരിക്കും ഡാം പണിയുന്നത്. നിലവിൽ മാഞ്ഞാംകുഴി റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ താഴ്ത്തിയാണ് വേനലിൽ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നത്. എന്നാൽ ഷട്ടർ താഴ്ത്തിയിട്ടും നെല്ലായി, പന്തല്ലൂർ, മനക്കൽ കടവ്, സ്നേഹപുരം എന്നീ ജലസേചന പദ്ധതികൾ പ്രവർത്തിക്കാനുള്ള വെള്ളം ലഭിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. കൂടുതൽ ദിവസം ഷട്ടർ താഴ്ത്തിയിടുന്നത് മൂലം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണിയും നേരിട്ടിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ തൊയക്കാവ് തന്നളം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തെ ചൊല്ലി തർക്കം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പഞ്ചായത്ത് 16ഉം 17ഉം വാർഡുകളിലൂടെ കടന്നുപോകുന്ന തന്നളം തോടിന്റെ കൊല്ലംകുളങ്ങര അമ്പലം മുതൽ 50 മീറ്ററോളം ദൂരമാണ് അധികൃതർ സംരക്ഷണ ഭിത്തി കെട്ടാനായി എത്തിയത്. എന്നാൽ ഈ ഭാഗത്ത് തോടിന്റെ ഇരുവശങ്ങളിലും കരിങ്കൽ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളതാണ്. വീണ്ടും തോടിനുള്ളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് തോടിന്റെ നിലവിലുള്ള വീതി കുറയുന്നതിന് ഇടയാക്കുമെന്ന് നാട്ടുകാരിയായ അനിത പറയുന്നു. വേനൽക്കാലമായാലും ഉപ്പുവെള്ളം കയറിയിട്ട് ഞങ്ങൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരെ ശ്രദ്ധിക്കാണ്ട് ഈ റോഡും വഴിയുള്ളടത്ത് തോടിനെ ചെറുതാക്കിയിട്ട് സ്ലാബ് ഇടാന്നുള്ള ഉദ്ദേശം നടക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഈ സ്ഥലത്തിനെ രക്ഷിച്ചതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഈ തോട് ഈ വെള്ളം കയറി ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ഈ തോടിനെ 2 വശവും കെട്ടി ഉയർത്താൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാദേശികമായി ജനങ്ങളുടെ അഭിപ്രായം തേടാതെയുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണമാണ് വിവാദമായിട്ടുള്ളത്. തന്നളം തോടിന്റെ ഏതെങ്കിലും ഒരറ്റത്തു നിന്നും സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിക്കാതെ പ്രത്യേക താൽപര്യമെടുത്ത് മധ്യഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ചില സ്വകാര്യ വ്യക്തികളെ സഹായിക്കാനാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മഴക്കാലമായാലും വേനൽക്കാലമായാലും പുഴയിൽ നിന്നും വേലിയേറ്റത്തിന് വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രദേശമാണ് ഇവിടം. തന്നളം തോടിന്റെ ഭൂരിഭാഗം പ്രദേശവും സംരക്ഷണ ഭിത്തി ഇല്ലാതെ വീതിയും ആഴവും കുറഞ്ഞ് ശോചനീയാവസ്ഥയിലാണ്. തൊയക്കാവ് പള്ളിക്കടവിന് സമീപമുള്ള തന്നളം ചീർപ്പും തകർച്ചാ ഭീഷണിയിലാണ്. തന്നളം തോടിന്റെ ശോചനീയാവസ്ഥയിലായ ഭാഗത്ത് മണ്ണ് മാറ്റി ആഴം കൂട്ടി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നും ഗ്രാമവാസികളെ ഉപ്പുവെള്ള ഭീഷണിയിൽ നിന്നും വെള്ളക്കെട്ടിൽ നിന്നും രക്ഷിക്കണമെന്നും സമീപവാസിയായ തെക്കേടത്ത് ഗോപാലൻ പറഞ്ഞു. ഈ കൊല്ലങ്ങള അമ്പലം തൊട്ട് പടിഞ്ഞാട്ട് ചക്കങ്ങണ്ട റോഡിലേക്ക് മുട്ടിക്കുക ഒരു 2 സൈഡ് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ കുറേ വീട്ടുകാർ താമസിക്കുന്നുണ്ട്. അവർക്കൊരു ആർക്കാണ് സുഖമില്ലാണ്ടായാലും ഒരു ഓട്ടോറിക്ഷയ്ക്ക് ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകാനോ ഒന്നും ഒരു സൗകര്യമില്ല. പല പ്രാവശ്യം അത് പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നടപടി എടുക്കാണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ പദ്ധതിയായിട്ട് വന്നിട്ടുള്ളത്. സർക്കാർ പണം ഗ്രാമവാസികളുടെ പൊതുവായ നന്മയ്ക്ക് ഉപയോഗിക്കണമെന്നും അല്ലാത്ത പക്ഷം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് വീട്ടമ്മമാർ. TCV പാവറട്ടി. അന്നകര കോക്കൂർ മേഖലയിൽ വീണ്ടും കളിമൺ ഖനനം നടത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി സംഘടിച്ചെത്തിയ നാട്ടുകാർ കളിമൺ ഖനനം തടഞ്ഞു.
മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ അനധികൃത കളിമൺ ഖനനം നടത്തിയിരുന്നത് മുല്ലശ്ശേരി പഞ്ചായത്ത് അധികൃതർ തടഞ്ഞിരുന്നു. ജിയോളജി വകുപ്പിന്റെ അനുമതിയുണ്ടെന്ന വ്യാജ അവകാശവാദത്തോടെയായിരുന്നു ഖനനം. മണ്ണ് മാറ്റുകയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഖനനം ചെയ്ത് കളിമണ്ണ് വിൽപ്പന നടത്തിയിരുന്നത്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഒരു തരത്തിലും കളിമൺ ഖനനം അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് ജിയോളജി വകുപ്പിനെ രേഖാമൂലം അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഖനനത്തിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉള്ളതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട കാട്ടൂർ റൂട്ടിൽ യാത്രക്കാരുമായി പോയിരുന്ന ബസ്സിൽ മറ്റൊരു ബസ് ഇടിപ്പിച്ചു. മംഗലത്ത് ബസ്സിലാണ് അതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന നിമ്മിമോൾ ബസ് ഇടിപ്പിച്ചത്. താണിശ്ശേരി മനപ്പടിയിൽ വെച്ചായിരുന്നു സംഭവം. നിമ്മിമോൾ ബസ്സുടമയും മറ്റു ബസ്സുടമകളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സമയത്തെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. ഇത് പരിഹരിക്കുവാൻ വാഹന വകുപ്പ് വിളിച്ച യോഗം ഈ ബസ്സുടമ ബഹിഷ്കരിച്ചിരുന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ വീണ്ടും തർക്കമുണ്ടാവുകയും ഇതിന്റെ വൈരാഗ്യമാണ് ബസ് ഇടിപ്പിച്ചതിന്റെ പിന്നിലെന്നും സംശയിക്കുന്നു. ബസ്സുകൾ റോഡിൽ നിന്നും മാറ്റാത്തതിനെ തുടർന്ന് റോഡിൽ ഏറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ ഇടപെട്ടാണ് ബസ്സുകൾ മാറ്റിയത്. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി ബസ്സുകളും ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തു. കണ്ടശാങ്കടവിൽ സ്കൂട്ടറിൽ സ്വകാര്യ ബസ്സിടിച്ച് വീട്ടമ്മ മരിച്ചു. അന്തിക്കാട് മണ്ടപ്പുള്ളി വീട്ടിൽ മുരളിയുടെ ഭാര്യ 58 വയസ്സുള്ള ഗീതയാണ് മരിച്ചത്. ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കണ്ടശാങ്കടവിൽ വെച്ച് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ ബസ് ഇടിക്കുകയായിരുന്നു. ബസ്സിനടിയിലേക്ക് വീണ ഗീതയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. തുടർന്ന് ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ തൃപ്രയ റൂട്ടിലോടുന്ന ശിവദുർഗ എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാഴൂർ കോവിലകം വളവിൽ കാർ മതിലിലിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. വെള്ളാങ്കല്ലൂർ സ്വദേശി ജുബൈർ, എടമുട്ടം സ്വദേശികളായ വിനൂഷ്, അഭിജിത്ത്, അരിമ്പൂർ സ്വദേശി മിഥുൻ, കോടഞ്ഞൂർ സ്വദേശി സണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരിങ്ങോട്ടുകര ഭാഗത്തുനിന്ന് വന്ന കാർ വളവ് തിരിയുന്നതിനിടെ മതിലിലിടിക്കുകയായിരുന്നു. പുത്തൂർ വീട്ടിൽ വർക്കിയുടെ വീടിന്റെ മതിലാണ് തകർന്നത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ എയർബാഗുകൾ പ്രവർത്തിച്ചതിനാൽ ആർക്കും ഗുരുതര പരിക്കില്ല. തലയ്ക്ക് പരിക്കേറ്റ ജുബൈർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപകടം നടന്ന ചാഴൂർ കോവിലകം വളവിൽ മെക്കാഡൺ ടാറിംഗ് പൂർത്തിയായി 1.5 മാസത്തിനകം നിരവധി അപകടങ്ങളുണ്ടായിട്ടും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ചാലക്കുടി കാഞ്ഞിരപ്പള്ളിയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം സംസ്കരിച്ചു. പുളിങ്കര ചെമ്മൻകുന്ന് ഉദുമ്പത്തുകാരൻ മഹേഷിന്റെ മകൻ 18 വയസ്സുള്ള മൃദുലാണ് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. മൃദുലിനോടൊപ്പം യാത്ര ചെയ്തിരുന്ന 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജിത്തുലാൽ, ശരത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ കഴിയുന്ന ജിത്തുലാലിന്റെ നില ഗുരുതരമാണ്. മരത്തിന് മുകളിൽ നിന്ന് വീണ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കുട്ടഞ്ചേരി നെല്ലിക്കുന്ന് കോളനിയിൽ 44 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. ഞായറാഴ്ച കുന്നത്തേരി പതിയാരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. റോഡരികിലുള്ള മാവിൽ നിന്ന് മാങ്ങ പറിക്കുമ്പോഴാണ് അപകടം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വർക്ക്ഷോപ്പ് ജോലിക്കാരനായ യുവാവിനെ കുന്നംകുളത്ത് പോലീസ് മർദ്ദിച്ചതായി പരാതി. വൈറ്റില സ്വദേശിയായ യുവാവാണ് മാള സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. മാള കോട്ടമുറിയിൽ താമസിച്ച് ജോലി ചെയ്യുന്ന എറണാകുളം വൈറ്റില സ്വദേശിയായ തൊണ്ടിപ്പറമ്പിൽ സഞ്ജുവാണ് മാള സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഞായറാഴ്ചയാണ് ഭാര്യയുടെ സഹോദരൻ വിളിച്ചതനുസരിച്ച് സഞ്ജു കുന്നംകുളത്തേക്ക് പോയത്. കുന്നംകുളത്തെത്തിയാൽ ഒരാൾ പണം തരുമെന്നും അത് വാങ്ങി മറ്റൊരാൾക്ക് നൽകണമെന്നും ഭാര്യ സഹോദരൻ ദിലീപ് ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. എന്നാൽ അവിടെ കാത്തുനിന്ന 5-ലധികം പേർ ദിലീപ് പണം നൽകാനുണ്ടെന്ന നിലയിലാണ് സംസാരിച്ചത്. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 20,000 രൂപ കൊടുത്ത് ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെടുകയും SI ചെകിടത്തടിക്കുകയും ചെയ്തുവെന്ന് സഞ്ജു പറയുന്നു. നിനക്കെന്തോരം ബിനാമിയുണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ടായ എന്നിട്ടുണ്ട്. നല്ലോണം തല്ലി എൻ്റെ മൂക്കിട്ടൊക്കെ പിടിയിട്ടൊക്കെ അടിച്ച് എൻ്റെ പിടിയിട്ടിട്ട് അടിക്കാൻ നോക്കി ഞാൻ തടഞ്ഞ് 6 മണിക്ക് എന്നെ കൊന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു.
കായംകുളം സ്വദേശിയായ ദിലീപിന് വിസ തട്ടിപ്പുമായി ബന്ധമുണ്ട്. അതുമായുള്ള പരാതിയായിരിക്കാം സഞ്ജുവിന് വിനയായതെന്നാണ് സൂചന. TCV മാള. എഞ്ചിൻ തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പ് രക്ഷപ്പെടുത്തി. അഴീക്കോട് അഴിമുഖത്തു നിന്ന് 2 നോട്ടിക്കൽ മൈലകലെ എഞ്ചിൻ നിലച്ച് ഒഴുകി നടന്ന സെന്റ് മേരി എന്ന ബോട്ടിലുണ്ടായിരുന്ന 5 മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരിയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് സബ് ഇൻസ്പെക്ടർ PM അൻസിൽ, സീ ഗാർഡുമാരായ അൻസാർ, ഫസൽ എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ന്യൂസിലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻസിയുടെ വീട് മന്ത്രി KT ജലീൽ സന്ദർശിച്ചു. TKS പുരത്തുള്ള വീട്ടിലെത്തിയ മന്ത്രി അൻസിയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ET ടൈസൺ MLA, നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 6ാം വാർഡംഗം കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തിയെന്ന ആരോപണം. മങ്ങാട് വടക്കേമുക്ക് പ്രദേശവാസികൾ പ്രതിഷേധവുമായി പഞ്ചായത്തിലെത്തി. നായാട്ടുപാറ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് വടക്കേമുക്ക് പ്രദേശവാസികൾക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നത്. എന്നാൽ വടക്കേമുക്കിലേക്കുള്ള ജലവിതരണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വാർഡ് മെമ്പറാണ് ഗുണഭോക്തൃ കമ്മിറ്റിയെ കൊണ്ട് ജലവിതരണം നിർത്തിവെപ്പിച്ചതെന്ന് വടക്കുമുക്ക് നിവാസികൾ പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിണർ അവിടെ ചാത്തമംഗലം സെന്ററിൽ ഒരു കിണർ അടിച്ചിട്ട് നിങ്ങൾക്ക് ആ വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം ഇന്നേ വരെയും 3 കൊല്ലമായിട്ട് കഴിഞ്ഞ കൊല്ലം അടിച്ച കിണറാണ്. ഞങ്ങൾക്ക് അതിൽ നിന്ന് വെള്ളം തരാമെന്ന് പറയാന്നല്ലാണ്ട് ഞങ്ങൾക്ക് തുള്ളി വെള്ളം ഞങ്ങൾക്ക് അതിന് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ വെള്ളം കിട്ടാണ്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിന് പോകാൻ ഉദ്ദേശമില്ല. ഒന്ന് വാർഡ് മെമ്പറോട് ഒന്ന് പറയുമ്പോൾ വാർഡ് മെമ്പർ പറയും അത് ശരിയാക്കിയാലോ അത് ശരിയാക്കിയാലോന്ന്. ഞങ്ങൾക്ക് ഇതുവരെ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വെള്ളം ഈ 600 റുപ്യ 500 റുപ്യ കൊടുത്തിട്ട് മേടിക്കാനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഇല്ല. ഈ പഞ്ചായത്തിലെ 6ാം വാർഡിലെ ഈ ഉദയ ക്ലബിന്റെ അവിടുന്ന് വടക്കേ ഭാഗത്തേക്ക് ഒരു തുള്ളി വെള്ളം ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നില്ല. ലോകസഭാംഗമായിരുന്ന C നാരായണന്റെ വികസന ഫണ്ടിൽ നിന്നും വടക്കേമുക്ക് കുടിവെള്ള പദ്ധതിക്കായി 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പദ്ധതിയുടെ കിണർ നിർമ്മിക്കേണ്ട സ്ഥലത്ത് പഞ്ചായത്ത് വക കുടിവെള്ള പദ്ധതിയുടെ കുഴൽക്കിണർ സ്ഥാപിക്കുകയാണുണ്ടായത്. പദ്ധതി വഴി വടക്കേമുക്കിലെ ജനങ്ങൾക്ക് ശുദ്ധജലം നൽകാമെന്ന് മെമ്പർ വാക്കാൽ ഉറപ്പു നൽകിയിരുന്നു. ഇപ്പോൾ കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്നാണ് വടക്കേമുക്ക് നിവാസികൾ പഞ്ചായത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുന്ന നടപടിയിൽ നിന്നും പഞ്ചായത്ത് പിന്മാറണമെന്നും ചാത്തൻകുളം പരിസരത്ത് നിലവിലുള്ള കിണറിൽ നിന്നും മോട്ടോർ സ്ഥാപിച്ച് ജലവിതരണം നടത്തുന്ന പദ്ധതിക്ക് പഞ്ചായത്ത് അനുമതി നൽകണമെന്നും വടക്കേമുക്ക് നിവാസികൾ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വീടിനുള്ളിൽ തീപിടുത്തം. ഒരു മുറി പൂർണ്ണമായും കത്തിനശിച്ചു. കയ്പമംഗലം പനമ്പിക്കുന്ന് പടിഞ്ഞാറ് കടവത്ത് പ്രഭാകരന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:45 സംഭവം. മുംബൈയിലായിരുന്ന പ്രഭാകരനും ഭാര്യയും കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. മുറികളിലെ എയർ കണ്ടീഷണറുകൾ പ്രവർത്തനക്ഷമമാണോ എന്നറിയാനായി ടെക്നീഷ്യനെ വിളിച്ചുവരുത്തി പരിശോധനയും നടത്തിയിരുന്നു. ഇതിനുശേഷം AC ഓണാക്കിയപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. അയൽവാസികൾ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു. മുറിക്കകത്തെ ഗൃഹോപകരണങ്ങളടക്കം കത്തിനശിച്ചു. പത്രവിതരണത്തിനിടയിൽ ഏജന്റിനെ ആക്രമിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കോഴിക്കുളങ്ങര താണിക്കപ്പള്ളി നൌഷാദിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ നൌഷാദിനെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ശൃംഗപ്പുരം സ്വദേശി രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇഞ്ചക്കുണ്ട് മലയോര മേഖലയിലെ വാറ്റു കേന്ദ്രത്തിൽ നിന്ന് ചാരായവും വാഷും പിടികൂടിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതികളിൽ ഒരാളെ ചാലക്കുടി ഡിവൈഎസ്പി K. ലാൽജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. വരന്തരപ്പള്ളി ഇഞ്ചക്കുണ്ട് നാടിപ്പാറ സ്വദേശി കുന്നുമ്മൽ വീട്ടിൽ കാട്ടാളൻ എന്നറിയപ്പെടുന്ന അനീഷാണ് പിടിയിലായത്. വരന്തരപ്പള്ളി വെള്ളിക്കുളങ്ങര വനമേഖലയിൽ വ്യാജ വാറ്റുകേന്ദ്രം പ്രവർത്തിക്കുന്നതായി ഡിവൈഎസ്പിക്ക് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ റെയ്ഡിൽ വാറ്റുകേന്ദ്രം കണ്ടെത്തുകയും 5 ലിറ്റർ ചാരായവും 200 ലിറ്റർ വാഷും പിടികൂടുകയുമായിരുന്നു. ഒരാഴ്ചയോളം നീണ്ട നിരീക്ഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. എരുമപ്പെട്ടിയിലെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ ഉദ്യമം നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന് ഉദാരമതികളുടെ സഹായഹസ്തം. വേലൂർ തയ്യൂർ തെക്കൂട്ട് ഗോപിക്കും കുടുംബത്തിനുമാണ് ജനപങ്കാളിത്തത്തോടെ ഉദ്യമം വീട് നിർമ്മിച്ചു നൽകുന്നത്. അസുഖബാധിതനായ ഗോപിയും ഭാര്യയും 2 ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബം വർഷങ്ങളായി ഷീറ്റുമേന ഒറ്റമുറി കുടിലിലാണ് കഴിയുന്നത്. ഇവരുടെ ദുരിത ജീവിതം കണ്ടറിഞ്ഞ ഉദ്യമം കൂട്ടായ്മ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് വീട് നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. ഗ്രൂപ്പ് അംഗങ്ങളും മറ്റ് ഉദാരമതികളുമാണ് സഹായങ്ങൾ നൽകുന്നത്. നെല്ലുവായി കൂത്ത് മഹോത്സവ കമ്മിറ്റി ആഘോഷങ്ങൾ മാറ്റിവെച്ച് സ്വരൂപിച്ച തുക വീട് നിർമ്മാണത്തിന് നൽകി. തയ്യൂർ സർവീസ് സഹകരണ ബാങ്കും സഹായധനം നൽകി.
ഉദ്യമം ചീഫ് കോർഡിനേറ്റർ സുധീഷ് പറമ്പിൽ സഹായങ്ങൾ ഏറ്റുവാങ്ങി. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നെല്ലിവായ് മുല്ലയ്ക്കൽ കൂത്ത് മഹോത്സവ കമ്മിറ്റിയുടെ കമ്മിറ്റിക്കാരാണ്. അവർ കഴിഞ്ഞ തവണത്തെ കൂത്തിന് അതിൻ്റെ ആഘോഷ പരിപാടികൾ ഇത്തവണ നടത്താതെ അതിലുണ്ടായിരുന്ന തുക ചാരിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അവർ സ്നേഹാലയത്തിലേക്ക് ഇതിൻ്റെ കുറച്ച് ഫണ്ട് കൊടുത്തിരുന്നു. ബാക്കിയുള്ള തുക ആ കമ്മിറ്റിയുടെ പ്രവർത്തകരെല്ലാവരും വന്നിട്ട് കോർഡിനേറ്റർമാരായ CV ബേബി, റഷീദ് എരുമപ്പെട്ടി, KA പരീത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചന്ദ്രാപ്പിന്നി ഈസ്റ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ ഗൃഹനാഥനും വളർത്തുമൃഗങ്ങൾക്കും പരിക്കേറ്റു. കറുകത്തല അബ്ദുൽ ജബ്ബാറിനാണ് പരിക്കേറ്റത്. കയ്യിൽ കടിയേറ്റ അബ്ദുൽ ജബ്ബാർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. വീടിന് പുറത്തു നിൽക്കുമ്പോഴാണ് തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായത്. അബ്ദുൽ ജബ്ബാറിന്റെ അയൽവാസിയായ പാറയിൽ പ്രദീപിന്റെ 3 പോത്തുകുട്ടികൾക്കും ആടിനും തെരുവ് നായയുടെ കടിയേറ്റു. മേഖലയിൽ തെരുവുനായ ശല്യം വ്യാപകമാകുന്നതായി പരാതിയുണ്ട്. 4 അധ്യാപകർ മാത്രമുള്ള അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച ബസ് ഓടാൻ മാസം 25,000 രൂപയോളം സ്വന്തം ശമ്പളത്തിൽ നിന്ന് നൽകി അധ്യാപകർ. വർഷം തോറുമുള്ള ടാക്സും അറ്റകുറ്റപ്പണികൾക്കുമുള്ള ചെലവും കൂടി ഇവരുടെ തലയിലായതോടെ സ്കൂൾ ബസ് കട്ടപ്പുറത്തായിട്ട് 6 മാസം. 4 വർഷം മുൻപാണ് ഗീതാ ഗോപി MLA അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിന് MLA ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്കൂൾ ബസ് വാങ്ങി നൽകുന്നത്. പ്രധാന അധ്യാപിക അടക്കം 4 അധ്യാപകരും 75 വിദ്യാർത്ഥികളുമുള്ള ഈ സ്കൂളിൽ പഠിക്കുന്നവർ ഭൂരിഭാഗവും സാധാരണ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ഇവരുടെ ദീർഘനാളത്തെ ആഗ്രഹമായിരുന്നു സ്കൂൾ ബസിന്റെ വരവോടെ നിറവേറിയത്. എന്നാൽ പ്രതീക്ഷകൾക്ക് മുകളിൽ കാർമേഘം മൂടാൻ നാളധികം വേണ്ടി വന്നില്ല. ബസ് ഡ്രൈവറുടെ ശമ്പളം, ഡീസൽ ചിലവ്, ബസ്സിലെ ആയ തുടങ്ങിയവർക്കുള്ള ചിലവെല്ലാം കൂടി മാസം 25,000 രൂപ സ്കൂളിൽ നിന്നും കണ്ടെത്താനായിരുന്നു നിർദ്ദേശം. വണ്ടിയുടെ ഡീസൽ, മെയിൻ്റനൻസ്, ഡ്രൈവറുടെ പൈസ ഇവയെല്ലാം കൂടി മാസം ഒരു 25,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അതിന് പുറമെ വർഷം തോറുമുള്ള ടെസ്റ്റിനായും 10-70,000 രൂപ ചിലവ് വരുന്നുണ്ട്. ഇവ നടത്തി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ സ്കൂളിൽ സ്ഥിര ജോലിക്കാരായ 4 അധ്യാപകരും വഹിക്കേണ്ടി വരുന്നത്. വണ്ടിയുടെ നടത്തിപ്പിനായി വേറെ വിഹിതമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് കാര്യമായ സഹായമൊന്നും ലഭിക്കുന്നില്ല. സ്കൂൾ ബസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചിലവിനായി അധ്യാപകർ ബുദ്ധിമുട്ടി. ഒടുവിൽ പ്രധാന അധ്യാപികയടക്കം സ്കൂളിൽ ആകെയുള്ള 4 അധ്യാപകർ ചേർന്ന് മാസം തോറുമുള്ള ചിലവ് 3 വർഷത്തിലധികം നടത്തി. മാസം തോറുമുള്ള ചിലവുകൾക്ക് പുറമെ ടെസ്റ്റിനും പാച്ച് വർക്കിനുമായി 4 അധ്യാപകർ ചേർന്ന് 32,000 രൂപ എടുത്തു നൽകി. ബാക്കി തുക കുറച്ച് രക്ഷിതാക്കളും നൽകിയാണ് ബസ് ഓടിയത്. വർഷങ്ങളോളം കൈയഴിഞ്ഞ് ബസ്സിന് കാശ് ചിലവിട്ട അധ്യാപകരും സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ 2018 ഒക്ടോബർ മാസത്തിൽ ടാക്സ് അടയ്ക്കാനും ബസിന്റെ ടെസ്റ്റും അറ്റകുറ്റപ്പണികളും നടത്താനുമാകാതെ സ്കൂളിനോട് ചേർന്ന് ബസ് അന്തിശ്വാസം വലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 70,000 രൂപ വേണ്ടിവരും ബസ് വീണ്ടും നിരത്തിലിറക്കാൻ. ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തോ സുമനസ്സുകളോ സഹായിച്ചെങ്കിൽ മാത്രമേ ഈ സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു യാത്ര ആഗ്രഹിക്കാനാകൂ. അതേസമയം ഈ വിഷയത്തിൽ ജനങ്ങളുടെ ഇടപെടൽ വേണമെന്നും പഞ്ചായത്തിന് നേരിട്ട് ഫണ്ട് നൽകാൻ അനുമതിയില്ലെന്നും അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ പറഞ്ഞു. ജനങ്ങളുടെ ഇടപെടലിലൂടെ മാത്രമേ അത് കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ. ഇത്ര നാളും കൊണ്ടു നടന്നിരുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്തിനാണെങ്കിൽ നേരിട്ട് ഫണ്ട് ചെലവഴിക്കാനുള്ള ഓർഡറില്ല, ആ അധികാരമില്ല. പഞ്ചായത്തിൻ്റെയാണ് സ്ഥാപനമെങ്കിൽ പോലും പഞ്ചായത്തിൽ പെട്രോളിൻ്റെ കാശോ അല്ലെങ്കിൽ ഡ്രൈവറുടെ ചിലവോ അതിൻ്റെ മറ്റു ടാക്സിൻ്റെ ചിലവ് കൊടുക്കാനുള്ള അനുമതി നമുക്കില്ല. അത് വിദ്യാഭ്യാസ മന്ത്രിയോടും തദ്ദേശഭരണ വകുപ്പ് മന്ത്രിയോടും വകുപ്പിനോടും നമ്മളിത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അനുമതി തന്നാൽ നൽകിയാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഡീസൽ ചിലവ്, ഡ്രൈവറുടെ ശമ്പളം തുടങ്ങി എല്ലാ ചിലവുകൾക്കും പരിഹാരമുണ്ടാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കമുള്ളവരോട് അപേക്ഷിച്ചിട്ടുണ്ടെന്നും അനുമതി ലഭിച്ചാൽ പഞ്ചായത്തിൽ നിന്നും വേണ്ട ഫണ്ട് അനുവദിച്ചു നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. TCV അന്തിക്കാട്. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ പ്രതിയെ ശിക്ഷിച്ചു. ചേറ്റുവ കിഴക്കുംപുറം തൂമാട്ട് ബാബുവിനെയാണ് 3 വർഷം കഠിന തടവിനും 10,000 രൂപ പിഴ അടയ്ക്കാനും ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് KN ഹരികുമാർ ശിക്ഷിച്ചത്.
ചേറ്റുവ കിഴക്കുംപുറം ഒളാട്ടുവീട്ടിൽ അശോകൻ, മകൻ അഖിൽ എന്നിവരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് വിധി. അയൽവാസിയും കേസിലെ 6ാം സാക്ഷിയുമായ വലവീട്ടിൽ സുബ്രുവിനെ ആക്രമിച്ച സംഭവത്തിൽ ബാബുവിനെതിരെ അശോകൻ പോലീസിൽ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് രാത്രി വീടിന് സമീപത്ത് നിൽക്കുകയായിരുന്ന അശോകനെയും തടയാൻ ചെന്ന മകൻ അഖിലിനെയും പ്രതി കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ബി.ജെ.പി. ഇനിയും അധികാരത്തിലെത്തിയാൽ ജനാധിപത്യം അപകടത്തിലാകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ.സി. മൊയ്തീൻ. കുന്നംകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനകീയം തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഴിമതിക്കെതിരെയെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ശേഷം ബി.ജെ.പി. ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരായി മാറി. കേരളത്തിലെ 20 സീറ്റുകളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കും. പെയ്ഡ് സർവേകളിൽ CPM വിശ്വസിക്കുന്നില്ലെന്നും യഥാർത്ഥ സർവേ ജനങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ മോഹൻദാസ് എലവത്തൂർ, സി. ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. ഒളരി കാഞ്ഞാണി റോഡിൽ രൂക്ഷമായ പൊടിശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. ഒളരി ഏരിയയുടെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് മാസ്ക് നൽകി പ്രതിഷേധിച്ചു. പ്രസിഡന്റ് സലേഷ് ധർമ്മൻ, OBC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വത്സൻ ചേറ്റുപുഴ, ജനറൽ സെക്രട്ടറി MR രൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫിനോമിൽ കുംഭകോണം കേസ് അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ച് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. സൗത്ത് ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം മുൻ MLA ജോസ് കുറ്റിയാനി ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് PV അബ്ദുൽ മജീദ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് അനിൽ കാഞ്ഞിലി, കോർഡിനേറ്റർ ബേബി തോമസ്, IN കുഞ്ഞിപ്പിള്ള, VG രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലാങ്ങാട് സിദ്ദിഖ് പള്ളി സെന്ററിൽ ഓട്ടോറിക്ഷയും ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവർ വടക്കേക്കാട് കല്ലൂർ താടത്തയിൽ വീട്ടിൽ രമേശ്, യാത്രികരായ വട്ടമ്പാടം നാലകത്ത് വീട്ടിൽ ബുഷറ, ബന്ധുക്കളായ ഷഹനാസ്, മെഹനാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട് ടോട്ടൽ കെയർ ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബി.ജെ.പി. വീണ്ടും അധികാരത്തിലെത്തിയാൽ കൂടുതൽ ദുരിതത്തിലാവുക സ്ത്രീകളാണെന്ന് മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച ഗുരുവായൂർ മണ്ഡലം വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇടതുപക്ഷം പിന്തുണ നൽകിയ 1ാം UPA സർക്കാരിന്റെ കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള സ്ത്രീപക്ഷ പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം വസന്ത മഹേശ്വരൻ അധ്യക്ഷത വഹിച്ചു. KV അബ്ദുൽ ഖാദർ MLA, സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ്, ജില്ലാ സെക്രട്ടറി KR വിജയ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രിക ശിവൻ കണ്ണോളി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ പ്രിൻസിപ്പാൾ PR ചന്ദ്രികയുടെ 4ാം വാർഷിക അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. പ്രൊഫസർ KU അരുണൻ MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മികച്ച പൊതുപ്രവർത്തകനുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷും സംഗീത മേഖലയ്ക്ക് സമഗ്ര സംഭാവന നൽകിയതിനുള്ള അമൃത വർഷിണി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററും ഏറ്റുവാങ്ങി. മികച്ച അധ്യാപകനുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരം PV സുദീപ് കുമാറിന് സമ്മാനിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുന്നാൾ ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന ദിവ്യബലിക്ക് ഫാദർ ജിയോ തെക്കിനിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജേമോൻ വെട്ടിമുറിയിൽ സന്ദേശം നൽകി. ഫാദർ ജെയ്സൺ വടക്കേത്തല സഹകാർമ്മികനായി. തുടർന്ന് നടന്ന സൗജന്യ നേർച്ച സദ്യ തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ ആശീർവദിച്ചു. 10,000ങ്ങളാണ് നേർച്ച സദ്യയിൽ പങ്കുചേർന്നത്. രാത്രി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിശുദ്ധന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച തേര് എഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളോടെ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരും. കേരള ലേബർ മൂവ്മെന്റ് തൃശൂർ അതിരൂപതാ തല പതാക ദിനം എനമാക്കൽ കർമ്മലമാതാ പള്ളിയിൽ ആചരിച്ചു. KLM രൂപതാ പ്രസിഡന്റ് ജോസ് മാടാനി പതാക ഉയർത്തി. അതിരൂപത KLM ഡയറക്ടർ ഫാദർ ജോർജ് നിരപ്പുകാലയിൽ പതാക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് K. തോംസൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോൺസൺ അരിമ്പൂർ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സ്വയം പര്യാപ്തത നേടുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ശുദ്ധജല മത്സ്യകൃഷി വിളവെടുത്തു. ആൽഫയുടെ ഉടമസ്ഥതയിലുള്ള ചന്ദ്രാപ്പിനിയിലെ 20 ഏക്കർ സ്ഥലത്തെ കുളങ്ങളിലും തോടുകളിലുമായാണ്
മത്സ്യകൃഷി നടത്തിയത്. ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് മത്സ്യകൃഷി നടത്തിയത്. വിളവെടുത്ത മത്സ്യങ്ങൾ ആൽഫയുടെ പാലപ്പെട്ടിയിലുള്ള ലൈവ് ഫിഷ് മാർക്കറ്റിലൂടെയാണ് വിറ്റഴിച്ചത്. അടുത്ത തവണ കൂടുതൽ മത്സ്യങ്ങൾ കൃഷി ചെയ്യുമെന്ന് ആൽഫ ചെയർമാൻ KM നൂർദീൻ പറഞ്ഞു. വേലുപ്പാടം തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നടത്തി. ആമ്പലൂരിൽ നിന്നും ആരംഭിച്ച പദയാത്ര അസിസ്റ്റന്റ് വികാരി ഫാദർ അനുവിൻ താണിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ദിവ്യബലിക്ക് വികാരി ഫാദർ പോൾസൺ തട്ടേൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ശ്രാദ്ധ ഊട്ട്, തിരുശേഷിപ്പ് വണക്കം എന്നിവയും നടന്നു. എരുമപ്പെട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ഗുണഭോക്താക്കളുടെയും ബന്ധുക്കളുടെയും സ്നേഹ സൗഹൃദ സംഗമം വാഴാനി ഡാമിൽ നടന്നു. NHN ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TV സതീശൻ ഉദ്ഘാടനം ചെയ്തു. ആർദ്രം കോർഡിനേറ്റർ ഡോക്ടർ റാണ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ രശ്മി, നാൻസിയമ്മ വർഗീസ്, PS രാധാമണി, സച്ചിൻ ബെൻ വെട്ടത്ത്, റിജോ തുടങ്ങിയവർ സംസാരിച്ചു. ബെന്നി ബഹന്നാന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം UDF പ്രവർത്തകർ ചാലക്കുടിയിൽ വിളംബര ജാഥ നടത്തി. താളമേളങ്ങളോടെ നടന്ന വിളംബര ജാഥയ്ക്ക് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി ജോർജ്, UDF ചെയർമാൻ അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് SRP സംസ്ഥാന ജനറൽ സെക്രട്ടറി VK അശോകൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂരിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. SRP ചെയർമാൻ S രഞ്ജിത്ത്, വർക്കിംഗ് ചെയർമാൻ MN ഗുണവർദ്ധനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് AN പ്രേംലാൽ, MP പ്രകാശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ, മണലൂർ മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട അവലോകന യോഗം നടന്നു. ചാവക്കാട് തഹസിൽദാർ KV അംബ്രോസിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, പോലീസ്, KSRTC, BSNL തുടങ്ങിയ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. മതിലകം ബ്ലോക്കിലെ SC കർഷകർക്കായി ആത്മ പദ്ധതിയുടെ ഭാഗമായ പരിശീലന പരിപാടിയും പഠനയാത്രയും സംഘടിപ്പിച്ചു. ഡോക്ടർ ഹർഷകുമാർ ക്ലാസ് നയിച്ചു. മതിലകം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജ്യോതി P. ബിന്ദു, പെരിഞ്ഞനം കൃഷി ഓഫീസർ PK ഷജ്ന തുടങ്ങിയവർ സംസാരിച്ചു. പഠനയാത്രയുടെ ഭാഗമായി പെരിഞ്ഞനം പഞ്ചായത്തിലെ മികച്ച സംയോജിത കർഷകനായ രഞ്ജിത്ത് കിഴക്കേടത്തിന്റെ കൃഷിയിടം കർഷകർ സന്ദർശിച്ചു. എരുമപ്പെട്ടി പതിയാരം വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ ജിൻഡോ ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഊട്ട് ആശീർവാദം നടന്നു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആന്റോ പാണേങ്ങാടൻ കാർമ്മികനായി. ഫാദർ ഷാജൻ ചീരമ്പൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അക്രമങ്ങൾ പ്രതിരോധിക്കുകയെന്ന ലക്ഷ്യവുമായി വിജിലന്റ് ഗ്രൂപ്പിന്റെ പരിശീലന ക്ലാസ് കൊടകരയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ജിഷ ഷിജു, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ തൃശൂർ ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന ഹർഷം പദ്ധതിയുടെ ഭാഗമായി അന്തിക്കാട് ആയുർവേദ ആശുപത്രിയിൽ ആശാ വർക്കർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ തുഷാര ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പ്രധാനമായും വിഷാദ രോഗങ്ങൾക്കുള്ള ചികിത്സയും കൌൺസിലിംഗുമാണ് ഹർഷം പദ്ധതി. മാസത്തിൽ 2 തവണ ഡോക്ടറുടെ സേവനം അന്തിക്കാട് ആയുർവേദ ആശുപത്രിയിൽ ലഭ്യമാകുമെന്ന് DMO അറിയിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച തെക്കുംകര വെസ്റ്റ് ലോക്കൽ കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. PN ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. KK ചന്ദ്രൻ, മേരി തോമസ്, TV സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം LDF എരുമപ്പെട്ടി വെസ്റ്റ് കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. LDF കുന്നംകുളം മണ്ഡലം കൺവീനർ TK വാസു ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TK മനോജ് കുമാർ അധ്യക്ഷനായി. പ്രേംരാജ് ചൂണ്ടലാത്ത്, OB സുബ്രഹ്മണ്യൻ, KM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി തിരുക്കുടുംബ ദേവാലയത്തിൽ നടന്ന ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി.
കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിങ്കൽ ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ അമ്പൂക്കൻ ഊട്ടുനേർച്ച വെഞ്ചരിച്ചു. വികാരി ജോസഫ് മാളിയേക്കൽ സഹകാർമ്മികനായി. ജനറൽ കൺവീനർ ഷോജമോൻ വലിയപറമ്പിൽ, ട്രസ്റ്റിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം വട്ടേക്കാടുണ്ടായ CPM BJP സംഘടനവുമായി ബന്ധപ്പെട്ട് 4 BJP പ്രവർത്തകർ അറസ്റ്റിലായി. ചാലക്കുടി ചേനത്തനാട് തടത്തിൽ വീട്ടിൽ സിദ്ധൻ, വട്ടേക്കാട് താണിപ്പറമ്പിൽ സന്ദീപ്, വട്ടേക്കാട് മുപ്ലിയൻ വീട്ടിൽ കാർത്തിക്, പനങ്ങാടൻ വീട്ടിൽ വിവേക് എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള ചുമരെഴുത്തുമായി ബന്ധപ്പെട്ടാണ് CPM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം LDF പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷൻ മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വി പരമേശ്വരൻ അധ്യക്ഷനായി. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ, വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ KD ബാഹുലയൻ, PS പ്രസാദ്, സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകരുടെ വായ്പകളിൽ മേൽ മൊറട്ടോറിയം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. ഉത്തരവിറക്കാൻ വൈകിയത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച പരിശോധിക്കുമെന്നും മന്ത്രി. കടവല്ലൂർ നായാടി കോളനിയിൽ അനധികൃത മണ്ണെടുപ്പ് തുടരുന്നു. ഹൈക്കോടതി വിധിയെ വെല്ലുവിളിച്ച് മണ്ണ് മാഫിയ. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി കൂറ്റനാട് തെക്കേ വാവന്നൂർ പൊട്ടക്കുഴി മനയിൽ കൃഷ്ണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 6 മാസത്തേക്കാണ് കാലാവധി. കുറുമാലിപ്പുഴയിലെ ആദ്യത്തെ ചെക്ക് ഡാം ചെങ്ങാലൂർ കണക്കൻ കടവിൽ യാഥാർത്ഥ്യമാകുന്നു. 1.5 കോടി വകയിരുത്തിയ പദ്ധതി കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമെന്ന് പ്രതീക്ഷ. വെങ്കിടങ്ങ് തൊയക്കാവ് തന്നളം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തെ ചൊല്ലി തർക്കം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. അന്നകര കോക്കൂർ മേഖലയിൽ വീണ്ടും കളിമൺ ഖനനം നടത്തുന്നതായി പരാതി. സമയക്രമത്തെ ചൊല്ലി നിരത്തിൽ ബസ്സുകളുടെ കൊലവിളി തുടരുന്നു. ഇരിങ്ങാലക്കുട കാട്ടൂർ റൂട്ടിൽ യാത്രക്കാരുമായി പോയിരുന്ന ബസ്സിൽ മറ്റൊരു ബസ് ഇടിപ്പിച്ചു. ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.